നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയാവുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ വഴിത്തിരിവായ ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിലൂടെ രാജ്യം കണ്ടത്. ഡൽഹിയിൽ പ്രതീക്ഷകൾ ഏറെ വെച്ചു പുലർത്തിയിരുന്ന ആം ആദ്മിക്കേറ്റ പ്രഹരത്തിൽ കോൺഗ്രസിനും പങ്കുണ്ട് എന്ന മറുവാദത്തിന്റെ പ്രസക്തി ഇപ്പോൾ കൂടുകയാണ്. ഹരിയാനയിൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് BJPയെ സഹായിച്ച കെജ്രിവാളിന് ഡൽഹിയിൽ അതേ നാണയത്തിൽ കോൺഗ്രസും മറുപടി കൊടുത്തപ്പോൾ കാര്യമറിയാതെ അതിനെതിരെ വിമർശനങ്ങൾ ഏറെയായിരുന്നു. എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയം നിലനിൽപ്പിന്റെ രാഷ്ട്രീയമായി മാറി. ഡൽഹിയിൽ തോറ്റ ആം ആദ്മിയുടെ പഞ്ചാബിലെ സർക്കാരിലും പടലപ്പിണക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 30 MLA-മാർ രാജിവെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ MLA-മാർ രാജിവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. അതോടെ ആപ്പിന്റെ ദേശീയ പാർട്ടി അംഗീകാരം പോലും നഷ്ടമാകും. മാത്രമല്ല, ആപ്പിന്റെ വളർച്ച നിലയ്ക്കുകയും തളർച്ചയ്ക്ക് ആക്കം കൂടുകയും ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തിയായ പൊളിറ്റിക്സ് ആണ് അവർ ഡൽഹിയിൽ പുറത്തെടുത്തതെന്നും പറയേണ്ടി വരും. ഇനിയും കോൺഗ്രസിനെ ദുർബലമാക്കിക്കൊണ്ട് ആപ്പിനെ വളർത്തിയെടുക്കാനുള്ള കെജ്രിവാളിന്റെ തന്ത്രങ്ങൾ വിജയിക്കാനിടയില്ല. രാജ്യത്ത് 3 സംസ്ഥാനങ്ങളിൽ മാത്രം ഭരണമുണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ കഴിഞ്ഞ ദിവസം വരെ 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. അതിൻ്റെ തന്നെ അഹങ്കാരവും കെജ്രിവാളിന് ആദ്യമുണ്ടായിരുന്നു. അതിനാലാണ് ഹരിയാനയിൽ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാനുള്ള അവസരം നഷ്ടമാക്കിക്കൊണ്ട് അവർ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. അതൊരു ചതിയായിരുന്നുവെന്ന് കോൺഗ്രസ് പിന്നീട് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അവർ അതിന് മറുപടിയും നൽകിയിരിക്കുന്നു. അങ്ങനെ വിലയിരുത്തുമ്പോൾ നഷ്ടം ആപ്പിന് തന്നെയെന്നും പറയാം. ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴും ആം ആദ്മിയുടെ കോൺഗ്രസ് വിരുദ്ധത ഒടുവിൽ തിരിച്ചടിക്കുകയായിരുന്നു. UPA മുന്നണി സർക്കാരിന്റെ അവസാന പാദത്തിലാണ് ഡൽഹിയിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കെല്ലാം ഒടുവിൽ ആം ആദ്മി എന്ന പാർട്ടിക്ക് രൂപം കൊണ്ടത്. ഡൽഹിയിലെ അട്ടിമറി സമരങ്ങൾക്ക് പിന്നിൽ സംഘപരിവാറിന്റെ അദൃശ്യകരങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും അത് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന കൗശലക്കാരനും കൂർമ്മ ബുദ്ധിക്കാരനുമായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വഴിതുറക്കലായി മാറുകയുമായിരുന്നു. ആം ആദ്മി സംഘപരിവാർ B ടീമാണ് എന്ന ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് വിരുദ്ധതയിൽ നിന്നും രൂപമെടുത്ത ആം ആദ്മിയെ ഭരണം പിടിക്കാൻ സഹായിച്ചത് BJP ആണ് എന്നതാണ് ആദ്യത്തെ ആരോപണം. പിന്നീട് BJP വിരുദ്ധത പുറമെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ആശയമുഖം ധരിച്ച ആപ്പ് ഹനുമാനിലൂടെ മൃദുഹിന്ദുത്വ സമീപനം കൂടെ കൗട്ടി. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ കെജ്രിവാളിന് മോഹമുദിച്ചതോടെ ഇന്ത്യ മുന്നണിയിലായിരുന്നിട്ടും തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കോൺഗ്രസിന്റെ തകർച്ച അനിവാര്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കെജ്രിവാളിന്റെ നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികളിലൂടെയും അല്ലാതെയും മനസ്സിലാക്കിയ BJP കൗശലപൂർവ്വം അദ്ദേഹത്തെ ഉപയോഗിക്കുവാനും തീരുമാനിച്ചു. കോൺഗ്രസിന്റെ തകർച്ചയിലൂടെ ഇന്ത്യ മുന്നണി ഇല്ലാതാക്കാമെന്ന രാഷ്ട്രീയ യുക്തിയാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെയും BJPയുടെയും പൊതുശത്രുവായി കോൺഗ്രസ് മാറുകയും ചെയ്തു. BJP വിരുദ്ധത പറഞ്ഞിരുന്ന ആപ്പ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിക്കാൻ ആം ആദ്മി തയ്യാറായില്ല. അന്ന് ഇന്ത്യ മുന്നണി നിലവിലും ഉണ്ടായിരുന്നുമില്ല. സംസ്ഥാന കോൺഗ്രസിലെ നേതൃതർക്കങ്ങളും വടംവലിക്കും പുറമെ ഭരണവിരുദ്ധ വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ആം ആദ്മിയുടെ ചിന്തയാണ് പഞ്ചാബിന്റെ രാഷ്ട്രീയ അധികാരം അവരിലേക്ക് എത്തിച്ചത്. പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കുള്ള ശക്തി സമാഹരിച്ചുകൊണ്ട് സംഘപരിവാർ അവിടെ ആപ്പിന് അകമഴിഞ്ഞ പിന്തുണയും നൽകുന്നുണ്ട്. ആദ്യം പകച്ചുപോയ കോൺഗ്രസിന് കുറച്ചു കഴിഞ്ഞപ്പോൾ സ്ഥിതിഗതികൾ മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയ നീക്കത്തിന് യുക്തമായ സമയത്തിനു വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും അധികാര നഷ്ടമുണ്ടായതിലൂടെ കോൺഗ്രസിന് ഇനി രാജ്യത്ത് പ്രസക്തിയില്ല എന്ന് BJPക്കൊപ്പം ആം ആദ്മിയും പ്രചാരണം തുടങ്ങി. ഇതിനിടെയാണ് BJPക്കെതിരായ പൊതു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനുശേഷവും ഉദ്ദേശിച്ച സംഖ്യയിലേക്ക് ഉയരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. എന്നാൽ പ്രധാനമന്ത്രി മോഹം ഉള്ളിലൊളിപ്പിച്ച കെജ്രിവാൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളെ നിരത്തിക്കൊണ്ട് കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി. അവിടെ BJP വിജയിച്ച് ഭരണത്തിലേറുകയും ചെയ്തു. തുടർന്നാണ് ഡൽഹി മദ്യനയ അഴിമതി മുൻനിർത്തിക്കൊണ്ട് കെജ്രിവാളിനെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കാൻ BJP തീരുമാനിച്ചത്. അഴിമതി നടന്നുവെന്ന് ഉറപ്പാക്കിയ BJP കെജ്രിവാളിനെ തെളിവ് സഹിതം കുടുക്കി ജയിലിൽ എത്തിക്കുകയും ചെയ്തു. അതോടെ ആപ്പിന്റെയും കെജ്രിവാളിന്റെയും പ്രതിച്ഛായ ഇടിഞ്ഞു. പിന്നീട് നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പാണ് കെജ്രിവാളിന് തിരിച്ചടിയായത്. ഹരിയാനയിൽ ആപ്പ് ചെയ്ത അതേ തന്ത്രം കോൺഗ്രസ് പുറത്തെടുത്തതോടെ രാജ്യ തലസ്ഥാനത്ത് ഒരു രാത്രിയിൽ അധികാര കസേരയിൽ നിന്നും ആപ്പും കെജ്രിവാളും നിലം പതിച്ചു. അതിന്റെ ബാക്കി അലയൊലികൾ ഇപ്പോൾ പഞ്ചാബിൽ തുടങ്ങിയിരിക്കുകയുമാണ്. തങ്ങൾക്ക് ഒറ്റയടിക്ക് കയറാനാവാത്ത സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മാറ്റാനുള്ള ഉപകരണമായാണ് BJP ആപ്പിനെ ഉപയോഗിച്ചത്. പഞ്ചാബിലും അതുതന്നെയാണ് BJP ചെയ്തതും. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവി ആം ആദ്മിയുടെ വലിയ തകർച്ചയാവുന്നതോടെ BJPക്ക് കൂടി അത് പ്രഹരമായി മാറുകയുമാണ്.